നമസ്കാരം. പ്രധാന വാർത്തകൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ. നടപടി 23-ന് ശേഷം. മന്ത്രി സജി ചെറിയാൻ. വട്ടിയൂർക്കാവിൽ നവകേരള സദസ് ചിത്രരചന മത്സരം നടത്തി. ഹണി റോസ് ഉൾപ്പെടെ വൻ താരനിര. DK ഫ്രൻസി മിറാക്കിൾ നൈറ്റ് 2023 നാളെ. രോഹിത്തിനെ വെട്ടി മുംബൈ ഇന്ത്യൻസ്. നായകൻ സ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തിന് പുറത്തേക്കുള്ള വഴി തെളിയുകയാണ്. ഇത്തരം സൂചന നൽകുന്ന പ്രതികരണവുമായാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. താൻ ആരെയും വ്യക്തിപരമായി പരിഹസിക്കാറില്ല. രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. 23-ന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം. നവകേരള സദസ് സമാപിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. വെള്ളയമ്പലം ജവഹർ ബാലഭവനിൽ നടന്ന മത്സരം അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 100-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ ജ്യോതിക 1-ാം സമ്മാനത്തിനും നിഹാര 2-ാം സമ്മാനത്തിനും അക്ഷിത 3-ാം സമ്മാനത്തിനും അർഹത നേടി. ഗൂഗിൾ മൾട്ടിമീഡിയ ആൻഡ് ടെക്നോളജിയുടെ DK ഫ്രാൻസി മിറാക്കിൾ നൈറ്റ് 2023 അൽസാജ് കൺവെൻഷൻ സെന്ററിൽ ഡിസംബർ 17-ന് വൈകുന്നേരം മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഷോ ഡയറക്ടർ ദീപ മണികണ്ഠൻ അറിയിച്ചു. ഗൂഗിൾ മൾട്ടിമീഡിയ ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരത്ത് നടത്തുന്ന ആദ്യ മെഗാ ഇവന്റാണ് ഇത്. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ പരിപാടിയുടെ ഭാഗമായി വേദിയിൽ വെച്ച് കൈമാറും. ഇനി കായിക വാർത്ത. മുംബൈ ഇന്ത്യയുടെ ക്യാപ്റ്റൻസിൽ നിന്നും രോഹിത് ശർമ്മയെ നീക്കി. ഇനി ഹർദിക് പാണ്ഡ്യ നായക സ്ഥാനത്ത്. കഴിഞ്ഞ 10 വർഷമായി രോഹിത് ശർമ്മയാണ് മുൻ ചാമ്പ്യന്മാരെ നയിച്ചിരുന്നത്. 2013 മുതൽ നായകസ്ഥാനത്തുള്ള രോഹിത്തിന് കീഴിൽ 5 തവണ IPL കിരീടമുയർത്തിയ മുംബൈ 2 തവണ ചാമ്പ്യൻ ലീഗ് കിരീടവും സ്വന്തമാക്കി. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.